എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയോർത്തത് കാണുക. ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഡു ദ റിയലി ലവ് യു? ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ടോ? എല്ലാം അറിയാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ നടക്കുന്നത്. ആ വ്യക്തിയുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുവരെ ആ വ്യക്തി സ്നേഹിച്ച ഇഷ്ടവും സ്നേഹമൊന്നും നിങ്ങൾക്ക് പോരാ. ഓരോ നിമിഷവും ആ വ്യക്തി നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം പോലും മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണ്. അങ്ങനെ ഏറ്റവും ആത്മാർത്ഥമായി, ഏറ്റവും ഇഷ്ടത്താൽ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഓരോ സമയത്തും ആ വ്യക്തി നിങ്ങൾക്ക് വേണം. ആ വ്യക്തി ഇല്ലാതെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തി ഒപ്പം ഉണ്ടാവണം. ആ വ്യക്തി ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ചോ ആ വ്യക്തി ഇല്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ചോ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടവും സ്നേഹവും നിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ശക്തിയായി, ആത്മവിശ്വാസമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഇനി ആ വ്യക്തിയുടെ ഇഷ്ടം ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചില്ല എങ്കിൽ അത് വല്ലാത്ത ഒരു നിരാശയായി നിങ്ങളെ ബാധിക്കുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി എപ്പോഴും അടുത്ത് വേണം. അകന്ന് ആ വ്യക്തി പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമായി ഭവിക്കും. എപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എപ്പോഴും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി നിങ്ങളെ വെറുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ, പിണക്കമാണെങ്കിൽ നിങ്ങൾക്കതൊട്ടും സഹിക്കാൻ കഴിയില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തി അടുത്ത് വേണം. ആ വ്യക്തിയുടെ സാന്നിധ്യം വേണം. ആ വ്യക്തിയുടെ സാമീപ്യം വേണം. എപ്പോഴും ആ വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടം ആഗ്രഹിക്കുമ്പോൾ, സ്നേഹം ആഗ്രഹിക്കുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കതിനൊരു ഉത്തരം പലപ്പോഴും കിട്ടാറില്ല. ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല, യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് സംശയമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ വീണ്ടും വീണ്ടും കാണണമെന്നുള്ള ആഗ്രഹമുണ്ടോ? പലപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ എപ്പോഴും കണ്ടിരിക്കാൻ ആഗ്രഹമുണ്ട്. എപ്പോഴും ആ വ്യക്തിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെ കണ്ടിരിക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് തന്നെ നിങ്ങളെപ്പോഴും കണ്ടിരിക്കാനും നിങ്ങളെപ്പോഴും ഇഷ്ടപ്പെടാനും ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ടോ? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. പക്ഷെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ആ വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ മനസ്സിലുള്ള സ്നേഹം മുഴുവനായിട്ട് നിങ്ങളോട് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് എപ്പോഴും ഒരു തടസ്സം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളുമാണ് ഒരു ഘട്ടത്തിലുണ്ടായെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് അത് സ്വയം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, മറ്റെന്തോ കാരണം കൊണ്ട്.
ചില കാരണം കൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലുള്ള സ്നേഹം നിങ്ങളോട് കാണിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളാകാം, ചില വ്യക്തികളിൽ നിന്നും അത് നിങ്ങളോടുള്ള സ്നേഹം മറച്ചു വെക്കുന്നതാകാം. കാരണം ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ചിലർ ആ വ്യക്തിയോട് വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ, ദേഷ്യപ്പെടുമോ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുമോ എന്നുള്ള ഭയം ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവർ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ചില ആൾക്കാരാണെങ്കിൽ ആ കാരണങ്ങൾ ആ വ്യക്തിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നമുക്കൊരു പരിധിവരെ ചിന്തിക്കാം. പരിപൂർണമായി നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം ആർക്ക് മുമ്പിലും വെച്ചും നിങ്ങളോട് കാണിക്കേണ്ടതാണ്. ലോകം ഇടിഞ്ഞു വീണാലും ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതൊരിക്കലും മറച്ചു വെക്കുകയോ ഭയപ്പെടുകയോ ഒന്നും വേണ്ട. പക്ഷേ ആ വ്യക്തിയുടെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം, സാഹചര്യങ്ങളുടെ ചില പ്രത്യേകതകൾ മൂലം ആ സ്നേഹം മുഴുവനും യഥാവിധി നിങ്ങളോട് യഥാസമയം സാഹചര്യത്തിൽ നൽകാൻ കഴിയുന്നില്ല. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനത്തെ ഈ ദേഷ്യമുള്ള ആളുകൾ ആക്രമിക്കുമോ അല്ലെങ്കിൽ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയവും ആ വ്യക്തിക്കുണ്ട്. യഥാർത്ഥത്തിൽ ആ ഭയം പാടില്ലായിരുന്നു. പക്ഷേ ആ വ്യക്തി അത്തരമൊരു ഭയവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്കും ഇടയിൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഒക്കെ നിങ്ങളെ മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ വ്യക്തി. പലപ്പോഴും നിങ്ങളത് അറിഞ്ഞിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. ഇവിടെ നമ്മളിപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ വേണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ഉത്തരം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്ന് തന്നെയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ചില ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ, അതൊക്കെ ആ വ്യക്തിയെ പലതരം സമ്മർദ്ദങ്ങളിൽ പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള തുറന്ന സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അത്തരം മാറി നിൽക്കലുകളെ ചിലപ്പോൾ ആ വ്യക്തിക്ക് അങ്ങനെ ആളുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിക്കാതെ സ്വയം മാറി നിൽക്കേണ്ടി വന്നു. പക്ഷെ ആ മാറി നിൽക്കൽ നിങ്ങൾക്ക് സംബന്ധിച്ച് ആ വ്യക്തിയുടെ അത്തരം മാറി നിൽക്കലുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. കാരണം നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ഈ ഇത്തരം സാഹചര്യങ്ങളിൽ മാറി നിൽക്കുകയാണെന്നുള്ള നിങ്ങളുടെ ആ ഒരു ചിന്ത, അത് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചില സംഘർഷങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് നിങ്ങളോടൊരു വെറുപ്പ്, വിയോജിപ്പ് കാണിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. നിങ്ങളോട് ഇഷ്ടമില്ലാത്തൊരവസ്ഥയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല നിർണായക ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയുന്ന യാഥാർത്ഥ്യം സത്യമാണ്. പക്ഷേ ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം ആ വ്യക്തി തൻ്റെ മനസ്സിലിപ്പോഴും സൂക്ഷിക്കുന്നു. ഒരിക്കലും നിങ്ങളോടത് തുറന്നു പറഞ്ഞ് യഥാവിധി സ്നേഹം നേരെ വഴിക്ക് കൊണ്ടുപോകാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോഴും ആ വ്യക്തിക്കൊപ്പം നിൽക്കുന്ന ചിലർ അതിനെ ശക്തമായി നഖശിഖാന്ത എതിർക്കുന്നുണ്ട്.
അവർക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ, ആ വ്യക്തിയുടെ മേൽ സ്വാധീനമുള്ള, ആ വ്യക്തിക്ക് അനുസരിക്കേണ്ടി വരുന്ന ചിലർ, അവരൊന്നും നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. ആ വ്യക്തി ഒരുപാട് നിങ്ങളെ കൂടി ഉൾക്കൊള്ളണമെന്ന് അവരോട് പറഞ്ഞപ്പോഴും അവരത് തയ്യാറാകുന്നില്ല. പക്ഷെ അവരുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അവരോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെല്ലാം ക്ഷമിക്കുന്നു. പലതും നിങ്ങളോട് തുറന്നു പറയുമ്പോഴും നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ദേഷ്യം ഉണ്ടാകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും ജീവിതം നൽകിയ കൈപ്പേറിയ ചില അനുഭവങ്ങളും ചില പ്രതിസന്ധികളും സ്വൈര്യ ജീവിതത്തെ കൃത്യമായി ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെ വേണമെന്നുണ്ട്, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ കാര്യങ്ങളൊന്നും കാണുന്നില്ല. മനസ്സ് മരവിച്ചു പോയൊരു വ്യക്തിയാണ് ആയിട്ടാണ് കൂടെ കാണുന്നത്. നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ഏറ്റവും ആത്മാർത്ഥമായി ആ വ്യക്തി തന്നെ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. പല പ്രശ്നങ്ങളുമുണ്ട് ജീവിതത്തിൽ. ആത്മാർത്ഥമായൊരു തലം, ആത്മാർത്ഥമായൊരു ഓർമ്മ പോലും ആരും സമ്മാനിക്കുന്നില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ യഥാവിധി മനസ്സിലാക്കുന്ന വ്യക്തി, നിങ്ങൾക്കുണ്ടാവുന്ന ഒരു പ്രതിസന്ധിയെ കൃത്യമായി അറിയാൻ കഴിവുള്ള വ്യക്തിയാണ്. നമ്മൾ ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുമ്പോൾ ആ വ്യക്തിക്ക് ഇല്ലാതെ പോയത് ആത്മവിശ്വാസമാണ്. ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയതും ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആത്മവിശ്വാസത്തോടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് കഴിയാത്തത് ഏറ്റവും വലിയൊരു പരാജയമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ ആത്മവിശ്വാസം ആ വ്യക്തിക്ക് നഷ്ടപ്പെടുമ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യതയോടെ കൊണ്ടുവരാൻ ആ വ്യക്തിക്ക് കഴിയാതെ വരുന്നു. നിലപാടുകളിൽ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങളുടെ സ്നേഹത്തെ മുഴുവനായി ഉൾക്കൊള്ളാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്തൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ ഇഷ്ടം ആ വ്യക്തിക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥതയുടെ കാര്യത്തിലോ ഒക്കെ സംശയിക്കുന്നത് കാണുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം തൻ്റെ വ്യക്തിയുടെ മാനസികമായിട്ടുള്ള സന്തോഷം പോലും കൃത്യമായി തനിക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കുറ്റബോധം ആ വ്യക്തിക്കുണ്ട്. ഏറ്റവും ദുർഘടമായൊരു സാഹചര്യത്തിൽ തന്നെ തേടി വന്ന, അല്ലെങ്കിൽ തൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്ന തൻ്റെ വ്യക്തിക്ക് മനസ്സമാധാനവും ഇഷ്ടമുള്ളത്ര സ്നേഹം നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖമുണ്ട്. തൻ്റെ സാഹചര്യങ്ങളാണ് തന്നെ അതിനെ അനുവദിക്കാത്തതെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോഴും സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാതെ പോയ ഒരു വ്യക്തിയുടെ മനസ്സവിടെ കാണാം. നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് കഴിയൂ. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായ സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നായത്, ഒരുമിച്ചത്. നിങ്ങളെ വേണമെന്നുള്ള ആഗ്രഹം കൃത്യമായിട്ട് ആ വ്യക്തിയിലുണ്ട്. നിങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തിക്ക് അത് സാധ്യവുമല്ല. കാരണം ഊണിലും ഉറക്കിലും ഒന്നായി കാണുന്ന, ഒന്നായി മാത്രമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രചോദനവും നിങ്ങളാണ്. ഒരുപക്ഷെ തൻ്റെ ജീവിതം തനിക്ക് സമ്മാനിച്ച ദുഃഖങ്ങളെക്കാളൊക്കെ ഉപരിയായി തൻ്റെ വ്യക്തിയോട് ഒപ്പമുള്ള സന്തോഷകരമായ ജീവിതമാണ് നിങ്ങളൊരു പക്ഷെ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി അത് നൽകുകയാണ്, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. പലയിടത്തും നിങ്ങൾക്ക് വേണ്ടി പല ചീത്തയും പല പരാതികളുമൊക്കെ സ്വയം ഏറ്റുവാങ്ങുന്നുണ്ട്.
നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തിക്ക്, നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ മനസ്സ് തുറക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക, അതാണ് വേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.